എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പി കാണാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഫ്രോസൺ മാങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. സാധാരണ നല്ല പഴുത്ത ചെറുമാങ്ങ തൊലിയൊക്കെ കളഞ്ഞാണ് മാമ്പഴ പുളിശ്ശേരിക്ക് എടുക്കാറുള്ളത്. ഫ്രോസൺ മാങ്ങ വെച്ചായാലും നല്ല അടിപൊളി രുചിയിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഈ മാങ്ങയുടെ തണുപ്പൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഞാനിതിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഒരു മൺചട്ടിയിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്, അതാണ് ഞാൻ ഒരെണ്ണം ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ മാങ്ങയ്ക്ക് മധുരം കുറവാണ്, അപ്പോൾ മധുരത്തിന് വേണ്ടി ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ശർക്കര അല്ലെങ്കിൽ ശർക്കര പാനി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി ഇത് മൂടി വെച്ച് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട തേങ്ങയുടെ അരപ്പ് നമുക്ക് റെഡിയാക്കാം. 1 കപ്പ് ചിരവിയ തേങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണത്. ഇതിപ്പോൾ നല്ല പേസ്റ്റ് പോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി ഇതിൻ്റെ മൂടി തുറന്ന് നോക്കാം. മാങ്ങ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്തുള്ള ചാറ് ഞാൻ വറ്റിക്കുന്നില്ല. ഇത്രയും ചാറുണ്ടായാലും നല്ല കുറുകിയ രീതിയിൽ തന്നെ നമുക്ക് മാമ്പഴ പുളിശ്ശേരി കിട്ടും. ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന തേങ്ങയുടെ അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചെറു തീയിൽ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കിയിട്ടുകൊണ്ടിരിക്കാം. ഒരു 2-3 മിനിറ്റിനുള്ളിൽ ഇതിൻ്റെ പച്ചമണം കംപ്ലീറ്റ് മാറി റെഡിയായിട്ട് കിട്ടും. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 കപ്പ് യോഗട്ടാണ് എടുത്തിട്ടുള്ളത്. തൈരിന് അല്ലെങ്കിൽ യോഗട്ടിന് ചെറു പുളി വേണം. യോഗട്ടിന് ചെറുതായിട്ട് പുളി വരാൻ വേണ്ടി ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഒരു ബൗളിലാക്കി പുറത്തെടുത്ത് വെച്ചിരുന്നു. ഈ തൈര് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ തൈര് ചേർത്ത അപ്പം തന്നെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി പുളിശ്ശേരിയിലേക്ക് താളിക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1 നുള്ള് ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനി നമ്മുടെ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അപ്പം തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ പുളിശ്ശേരി നല്ല അടിപൊളി ടേസ്റ്റിൽ നല്ല കുറുകിയ ചാറോടുകൂടി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം മാങ്ങയുടെ സീസൺ അല്ലെങ്കിൽ കൂടി ഫ്രോസൺ മാങ്ങ വെച്ചായാലും നല്ല അടിപൊളി രുചിയിൽ ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.